ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് അതുപോലെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇന്നലെ തൊട്ട് വരുന്ന ഒരു കാര്യമാണ്. പല മെയിൻ സ്ട്രീം ന്യൂസ് മീഡിയാസ് വരെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്നുള്ള തരത്തിൽ തലക്കെട്ടോട് കൂടിയൊക്കെ പല വാർത്തകളൊക്കെ ഇടുന്നത് കണ്ടു. സോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ആദ്യം പറയാം. 2-3 മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് CA പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാന മത്സരങ്ങൾ കൊച്ചിയിൽ തന്നെ കളിച്ചിട്ട് 2-3 മത്സരങ്ങൾ കോഴിക്കോട് കളിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുന്നുണ്ടല്ലോ ISL. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചില മത്സരങ്ങൾ ഷില്ലോങ്ങിൽ കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ ഗുവാഹത്തിലാണിതും അവരുടെ ഹോം വെന്യൂ. ഇപ്പം പ്ലേ ഓഫൊക്കെ അടക്കം അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് ഷില്ലോങ്ങിലാണ് എന്നുള്ളത്. അപ്പം അതേപോലെ ഒരു രീതിയാണ് ഇവർ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് മുമ്പ് പലപ്പോഴും വന്നിട്ടുള്ളൊരു വാർത്തയാണ് എന്നുള്ളതാണ്. കാര്യം മലബാർ ബേസ് ചെയ്തിട്ടും ഒരുപാട് ആരാധകരുണ്ട്. അപ്പം അത് സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ISL ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ കോഴിക്കോടൊക്കെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഇതിൽ വരികയാണെങ്കിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ CEO തന്നെ പറയുന്നതാണ്, അതിന് ISLന്റെ FSDLൻ്റെയൊക്കെ അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. സ്റ്റേഡിയം അപ്രൂവൽ കിട്ടുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ പോയാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ ഇനി നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. കാരണം ISLൻ്റെ നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടി ഒരു പോപ്പുലാരിറ്റി എല്ലാ തരത്തിലും അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ ഡൗണൊക്കെ ആകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തയ്യാറായേക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ചില കൺസേൺസ് ഒക്കെ ആയിട്ട് ചിലവർ പറയുന്നത്, ഇപ്പം സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സായിട്ടൊക്കെ വരുന്നത് മിക്കവാറും കൊച്ചി ബേസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ മാച്ചും വരാൻ സാഹചര്യമുള്ളവരായിരിക്കും. അപ്പം അതല്ലാണ്ടുള്ള ഒരു രീതിയിൽ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ ആണെങ്കിൽ 3-4 മാച്ചൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമാണ് ഇതിലുള്ളത്. അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലബാർ ഏരിയയിൽ നിന്ന് 2-3 മാച്ച് നടത്തി കഴിഞ്ഞാൽ മിക്കവാറും ഫുൾ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന നിലയിൽ പനമ്പള്ളി ആയിരിക്കില്ല. അപ്പം മുമ്പ് തന്നെ വാർത്തകൾ വന്നതാണ് ഇപ്പം തൃപ്പൂണിത്തുറയിൽ ഒരു ഗ്രൗണ്ട് ലീസിന് എടുത്തിട്ട് പണി നടക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം അത് ഒരു കംപ്ലീറ്റ്ലി മാറുന്നൊരു തരത്തിലേക്ക് അടുത്ത സീസൺ മുതൽ വന്നേക്കാവുന്നതാണ്. അപ്പോൾ പനമ്പള്ളിയിലെ കോൺട്രാക്റ്റൊക്കെ തീരാൻ പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതൊരു നല്ല തീരുമാനം തന്നെയായിരിക്കും. കാരണം ഈ പനമ്പള്ളി ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മത്സരങ്ങളും മിക്ക ടീമും ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പരിക്കിൻ്റെ സാധ്യതകളൊക്കെ കൂടാൻ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരു ഫാക്ടറാണ്. അപ്പം നമുക്കിപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഹോം സ്റ്റേഡിയം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ട്രെയിനിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. അത് പല ക്ലബ്ബുകൾക്കും, പല ISL എന്ന് പറയുന്ന ക്ലബ്ബുകൾക്ക് പോലും ഉണ്ട്. അത് എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ആയിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. കാരണം മെയിൻ ടീമിന് ട്രെയിൻ ചെയ്യാൻ ഒരു സ്റ്റേഡിയം വേണം. അതുപോലെ റിസർവ് സൈഡ് മുതൽ താഴോട്ടുള്ള പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ട്രെയിൻ ചെയ്യാനും അത്യാവശ്യം മത്സരങ്ങൾ കളിക്കാനും പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫീൽഡ് ഗ്രൗണ്ട് മാത്രം പറ്റില്ല. ഒരു സെറ്റപ്പിൽ തന്നെ 2-3 11s ഫോമാറ്റിലുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. അത് ആവശ്യകതയാണ്. നല്ലതെന്നുള്ള പറയുന്നത് അത് ആവശ്യം തന്നെയാണ്. അതിപ്പോൾ ലീസിങ് എങ്ങനെ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇനിയും അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതൊരു നാണക്കേട് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പുതിയ വരാൻ പോകുന്നിടത്ത് എത്ര ട്രെയിനിങ് ഫീൽഡ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യതയില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസിലും സൈനിങ് ഓഫ്.